സൗമ്യ വധക്കേസിലെ പ്രതിയായ ഗോവിന്ദചാമിക്ക് അസാമാന്യ ശാരീരിക ശേഷിയുണ്ടെന്ന് വെളിപ്പെടുത്തിയ അന്വേഷണ റിപ്പോർട്ട്. ഈ കൊടും കുറ്റവാളിക്ക് എന്തിനും പോകുന്ന കരുത്തുണ്ടെന്നും അതിവേഗത്തിൽ ഓടാനും ഭിത്തിയിൽ പിടിച്ചു കയറാനും കഴിയുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഒരാളെ ഞെക്കിക്കൊല്ലാൻ ശേഷിയുള്ളതാണ് ഗോവിന്ദചാമിയുടെ അവശേഷിച്ച കൈയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ഇയാളുടെ അസാമാന്യ ശേഷി അറിയാവുന്നതുകൊണ്ട് 10ാം ബ്ലോക്കിൽ ഡ്യൂട്ടിയുള്ള വാർഡർമാർ ഗോവിന്ദചാമി കിടക്കുന്ന സെല്ലിന് സമീപത്തേക്ക് പോകാതെ അകലം പാലിച്ചാണ് നിരീക്ഷിക്കാറുള്ളത്. ആരുമായും അടുക്കാത്ത ഗോവിന്ദചാമി തന്നെ ശകാരിക്കുന്ന വാർഡർമാർക്ക് നേരെ മൂത്രം തെറിപ്പിച്ച് ഓടിക്കാറുമുണ്ട്. ഇതിലും പിന്മാറാത്തവരെ ഭീഷണിപ്പെടുത്തുന്ന ഇയാൾ പുറത്ത് ആളുകളുണ്ടെന്നും കുടുംബത്തെ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തുന്ന സ്വഭാവവുമുണ്ട്. മുംബൈയിലെ പനവേലിൽ മറ്റൊരു ഗുണ്ടാ സംഘത്തിലെ തലവന്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്തതിനാണ് ഗോവിന്ദചാമിയുടെ ഒരു കൈ ഗുണ്ടാ സംഘം വെട്ടിയെടുത്തത്. ഈ സംഭവത്തിന് ശേഷമാണ് ഇയാൾ കേരളത്തിലേക്ക് എത്തിയത്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടാനും കമ്പാർട്ട്മെന്റിന്റെ വാതിൽക്കലിലൂടെ ഒറ്റ കൈ കൊണ്ട് പിടിച്ചു കയറാനും ഇയാൾക്ക് കഴിവുണ്ട്. ഇങ്ങനെയുള്ള അസാമാന്യ കരുത്തുള്ള ഗോവിന്ദചാമിക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു കടക്കാൻ ആരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്ന് ജയിൽ DIGയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ജയിൽ ചാട്ടത്തിന് ജീവനക്കാരോ സഹതടവുകാരോ സഹായിച്ചതിന് തെളിവില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ സെല്ലിൽ തുണി എത്തിയതിനെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടെന്നും ഗോവിന്ദചാമിയുടെ ഇടത് കൈക്ക് അസാമാന്യ കരുത്തുള്ളതിനാൽ അഴികൾ മുറിച്ചതിൽ ശാസ്ത്രീയ പരിശോധന വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. മാസങ്ങളുടെ ആസൂത്രണത്തിന് ശേഷമാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത്. 28 ദിവസത്തോളം എടുത്താണ് സെല്ലിന്റെ അഴികൾ മുറിച്ചു മാറ്റിയതെന്നാണ് വിവരം. ജയിൽ ചാടിയ ഗോവിന്ദചാമിക്കായി പോലീസ് വ്യാപക തെരച്ചിൽ ആരംഭിച്ചിരുന്നു. നാട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തളാപ്പിലെ ഒഴിഞ്ഞ കെട്ടിടത്തിന് സമീപത്തെ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദചാമിയെ പിടികൂടിയത്. നിലവിൽ ഗോവിന്ദചാമിയെ കൂടുതൽ സുരക്ഷയുള്ള വിയ്യൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഗോവിന്ദചാമി പുറത്തു ചാടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സെല്ലിലെ കമ്പികളുടെ താഴ്ഭാഗം മുറിച്ചു മാറ്റിയ ശേഷം ആ വിടവിലൂടെ നിരങ്ങി പുറത്തിറങ്ങുന്നത് ദൃശ്യങ്ങളിലുണ്ട്. സെല്ലിന് പുറത്തിറങ്ങിയതിനു ശേഷം 3 തവണയായി തുണി ഉൾപ്പെടെയുള്ള ചില സാധനങ്ങൾ എടുക്കുന്നതും കാണാം. കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിൽ ജയിൽ ജീവനക്കാരുടെയും സഹതടവുകാരുടെയും മൊഴിയെടുത്തിരുന്നു. ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്ന 10ാം നമ്പർ ബ്ലോക്കിലുള്ള തടവുകാരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്.